ഹൈസ്കൂൾ ഷീൽഡ് എന്ന് പറഞ്ഞ ഫിലിമാണിത്. ഇത് നമ്മൾ ഫ്രണ്ട് ഗ്ലാസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അത് ആന്റി ഗ്ലെയർ ഫിലിംസ് ആണ്. അതുകൂടെ നമുക്ക് 50% ഹീറ്റ് റിജക്ഷൻ ഉണ്ടാവും. വെൽക്കം ബാക്ക് ടു സണ്ണി സൈഡ്. ഇന്നത്തെ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ടിന്റിംഗ് റൂൾ ഇപ്പോൾ ലീഗലൈസ് ആയിട്ടുണ്ട്. ഇത് ബിനിൽ പുള്ളിനെ എനിക്കൊരു 2008 മുതൽ നമുക്ക് പരിചയമുണ്ടെന്നുള്ളത്. തീർച്ചയായും 2008 മുതൽ പുള്ളിയുടെ അടുത്ത് ഞാൻ ടിന്റിങ്ങും പുള്ളിക്ക് ഡിസൈനിങ് വർക്ക്സ് ഒക്കെ ഉണ്ട്, സ്റ്റിക്കറിങ്ങിന്റെ ഒക്കെ. ചുള്ളിക്കൽ ആതിര ഡിസൈൻസ് എന്ന സ്റ്റോർ പുള്ളി നടത്തുകയാണ്. പുള്ളി കുറെ കാലത്ത് ടിന്റിങ് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഇടയ്ക്ക് കുറച്ച് റെഗുലേഷൻസ് ഒക്കെ വന്നപ്പോൾ ടിന്റിങ്ങിന്റെ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം ഒരു 1 വീക്ക് ആയിട്ട് വീണ്ടും ടിന്റിംഗ് ഒക്കെ ലീഗലായിട്ടുണ്ട്. പിന്നീട് ഈ ലീഗലൈസ് എന്ന് പറയുമ്പോൾ എത്ര ശതമാനമാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്? നമുക്ക് സൈഡ് വരുന്നത് 50%, ഫ്രണ്ടും ബാക്കും 70% വിസിബിലിറ്റിയിൽ വേണമെന്നുള്ളതാണ് ഇപ്പൊ ലീഗൽ വന്നേക്കണം. ഫ്രണ്ടും ബാക്കും 70, സൈഡ് 50 അല്ലേ? ഇത് നമുക്കിത് പണ്ട് പോലെ തന്നെയുള്ളതാണ്. 1984 പോലുള്ള റൂളാണ് ശരിക്കും. പിന്നെ നമ്മത് കുറച്ച് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ മലയാളികളല്ല കൂടുതലായി ഉപയോഗിച്ച് വന്നപ്പോഴത്തേക്കും പിന്നെ ഈ വിഷയങ്ങൾ വന്നപ്പോൾ 2012 ശേഷം നിർഭയ കേസ് ഒന്നില്ലേ, ആ സമയത്ത് ഇത് നിരോധിച്ചുകൊണ്ടൊരു സംഭവം. പക്ഷെ അത് അതിനുശേഷം 2021 ഇത് ലീഗലൈസ് ചെയ്ത് ഗ്ലേസിംഗ് മെറ്റീരിയൽ യൂസ് ചെയ്യാന്ന് പറഞ്ഞുള്ള ഒരു സംഭവം വന്നു. പക്ഷെ അതിനുശേഷം നമ്മുടെ കേരള സർക്കാരുമായിട്ടൊരു വാദപ്രതിവാദം വന്നപ്പോഴത്തേക്കും കേരള സർക്കാരിനായിട്ടാണ് വാദിച്ചിപ്പോ ഹൈക്കോടതിയിൽ നിന്ന് നമ്മൾ ഇത് വാങ്ങിയിരിക്കുന്നത്. അപ്പൊ 50% സൈഡും ഫ്രണ്ടും ബാക്കും 70 ചെയ്യാന്നുള്ളത് അനുവദിച്ചിട്ടുണ്ട് കോടതി. നമ്മള് ബ്രാൻഡ്സിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പൊ ഈ ഇരിക്കുന്നത് ഗാർവേറിന്റെ ഫിലിംസ് നമ്മൾ സാധാരണ യൂസ് ചെയ്യണം. എനിക്ക് തോന്നുന്നത് ഒരു 90% ആളുകളും ഗാർവേർ ഫിലിംസ് ആണ് കേരളത്തിൽ യൂസ് ചെയ്യണം. ഒരു ഡൈഡ് ഫിലിം ആയത് കാരണം വർക്ക് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അതുപോലെ ഫെയ്ഡ് ആകാനുള്ള കാലാവസ്ഥയൊക്കെ കാരണം അതാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ക്വാളിറ്റി ഒരുപാട് വ്യത്യാസമുണ്ട്. ഗാർവേറിൽ തന്നെ ഒരുപാട് വ്യത്യാസമുള്ള ക്വാളിറ്റികളുണ്ട്. ഹീറ്റ് റിജക്ഷൻ കൂടിയ ടൈപ്പ് ഫിലിമുകൾ വരുന്നുണ്ട്, അല്ലാതെയുള്ള ഫിലിമുകൾ വരുന്നുണ്ട്. എന്നാൽ നോർമലി ഇന്റർനാഷണൽ ഫിലിംസ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരു ആവറേജ് റേറ്റ് കാര്യം ഈ 2012 ശേഷം വണ്ടികളിൽ ചെയ്യുമായിരുന്നു. ഈ ഒരുപാട് റേറ്റുള്ള ഫിലിമുകൾ ചെയ്യാത്തുണ്ടെങ്കിൽ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പൊളിച്ചു കളയേണ്ടി വരും. അപ്പൊ പിന്നെ ആരും അതങ്ങനെ ചെയ്യില്ല, വളരെ കുറച്ച് ആളുകൾ ചെയ്യുള്ളൂ. അപ്പൊ വീണ്ടും ഇപ്പൊ വന്നേക്കണ കാരണം ഞങ്ങളെപ്പോലുള്ള ആൾക്ക് ജോലിയായി. അതേപോലെ തന്നെ ഒരുപാട് ഫ്യൂൾ കൺസംഷന്റെ പ്രോബ്ലം മാറി കിട്ടൂല്ലോ. എസിയുടെ പ്രശ്നം കാര്യം ഇത് വേറെ ഒന്നും എസിയുടെ ഇത് കൂട്ടാനായിട്ട് സൺ കൺട്രോൾ ഫിലിമിലെ വേറെ ഒന്നും പറ്റില്ല. നമ്മൾ ഷെയ്ഡ്സ് ഒക്കെ വെച്ചാലും നമുക്ക് യു വി പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ല. ഇത് 99% യു വി പ്രൊട്ടക്ഷൻ ഉള്ള കാരണം ഹീറ്റ് റിജക്ഷന്റെ കാര്യങ്ങളും എല്ലാം കൊണ്ട് നമുക്ക് സഹായമാണ്. പിന്നെ എനിക്ക് അറിയാനുള്ളത് ഈ ഫിലിമിനൊക്കെ വാറന്റി വല്ലതും വരുന്നു? വാറന്റി നമുക്ക് ഗാർവേറിന്റെ കമ്പനി തന്നെ വാറന്റികൾ നമുക്ക് കൊടുക്കാറുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള കാരണം നമ്മളായിട്ട് തന്നെ 2-3 വർഷത്തേക്ക് കൊടുക്കും. കാര്യം ഒരിക്കലും കംപ്ലൈന്റ് വരാറില്ല. അങ്ങനെ മിനിമം ഒരു 8 വർഷമൊക്കെ വരെ ഉപയോഗിക്കുന്ന ഫിലിംസ് ഉണ്ട്, അതിൽ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഈ ലീഗലൈസ് പ്രശ്നം വന്നതിന് ശേഷം പൊളിച്ചു കളയാത്ത വണ്ടികൾ ഇപ്പോഴും ഉണ്ട്. അപ്പൊ റീടെസ്റ്റിംഗ് നമ്മൾ 15 വർഷം വരെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ കമ്പനി വാറന്റി ഉണ്ടാവും. അതുകൂടാതെ നമ്മുടേതായ കുറച്ച് കാര്യങ്ങളുണ്ടാവും. അപ്പൊ അതാണ് ഈ ചില വണ്ടികളൊക്കെ പഴയ വണ്ടികൾ ഇങ്ങനെ പൊളിഞ്ഞു ബബിൾസ് അത് കോണ്ടാക്ട് വിടുന്നതാണ്. അതായത് ഫിലിമും ഗമ്മും തമ്മിലുള്ള കോണ്ടാക്ട് വിടുമ്പോഴത്തേക്ക് ബബിൾസ് കാണിച്ചു വന്നത്. അപ്പൊ ആവറേജ് നമുക്ക് എത്ര ലൈഫ് എക്സ്പെക്ട് ചെയ്യാം? 10 years ഒക്കെ എന്തോന്നാലും യൂസ് ചെയ്യാം, ഒരു കുഴപ്പമുണ്ടാവില്ല. 10 years ഒക്കെ എങ്ങനെയാലും യൂസ് ചെയ്യാൻ പറ്റും. കാര്യം ഞാൻ ഉപയോഗിക്കുന്ന വണ്ടികളിലൊക്കെ ഇപ്പൊ അതുണ്ട്. അപ്പൊ എനിക്കൊന്നൊരു 14 വർഷമായിട്ട് കിടക്കുന്ന വണ്ടികളുണ്ട്. അങ്ങനെയും ചെയ്യുന്നുണ്ട് സംഭവം. പിന്നെ ഒരു ഡൗട്ടുള്ള നമ്മൾ ഈ ഫിലിം അടിച്ച് ചെയ്യുമ്പോൾ കുറെ ബബിൾസ് കോർണറിൽ അവിടെയൊക്കെ കാണാം. അതെന്താ വരാൻ കാരണം? ഇത് നമ്മ ശ്രദ്ധിക്കാതെ വർക്ക് ചെയ്യണതിന്റെ കാര്യം. ഒരു ഇച്ചിരി ഡസ്റ്റ് വന്നാൽ തന്നെ ബബിൾസ് കാണിക്കും. പിന്നെ വർക്ക് ചെയ്യണതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളായിരിക്കും ഉള്ളത്. സാധാരണ ബബിൾസ് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യാൻ അറിയാൻ വേണ്ടി ഇരിക്കാം. അതിനാണ് ഈ ഹീറ്റ് ചെയ്യുന്നത്. ഹീറ്റ് ചെയ്യണം നമ്മ ഈ ഫ്രണ്ട് ഗ്ലാസും ബാക്ക് ഗ്ലാസും കൂടുതൽ ഹീറ്റ് ചെയ്യണം. കാര്യം ബെൻഡ് നിവർത്തിയെടുക്കാൻ വേണ്ടി ഹീറ്റ് ചെയ്യുന്നത്. ബെൻഡ് നിവർത്തി ഗ്ലാസ് ആ ഷേപ്പ് ഗ്ലാസിന്റെ ഷേപ്പിലേക്ക് ആക്കി എടുക്കാൻ വേണ്ടി ഹീറ്റ് ചെയ്തെടുക്കണം. അതിനാണ് നമ്മ ഹീറ്റിംഗ് പ്രോസസ് യൂസ് ചെയ്യണത്. കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഹീറ്റിംഗ് പ്രോസസ്സും. പണ്ട് കാലങ്ങളുണ്ടായിരുന്നില്ല. പണ്ട് ഇതേപോലെ തന്നെ ഗ്ലാസിന്റെ ബാക്കിൽ 2 പീസ് 3 പീസ് ആയിട്ടാണ് ഫിലിം ചെയ്തിരുന്നത്. വണ്ടി വരുവുള്ളൂ നമുക്ക് സാധാരണ. ബാക്കി ബബിൾസ് ഒക്കെ വരുന്നത് ബാക്കി കയ്യിൽ പോലെ വർക്കേഴ്സിന്റെ പോരായ്മകളാണ്. അപ്പൊ ഈ ബബിൾസ് വരുന്നത് മെയിൻലി പറയണത് ടെക്നീഷ്യന്റെ പ്രശ്നമായിരിക്കും പോലെ. ബബിൾസ് തന്നെ ടെക്നീഷ്യന്റെ പ്രോബ്ലം നമ്മൾ വർക്ക് ചെയ്യണതിനനുസരിച്ച്, അല്ലാതെ മെറ്റീരിയൽ പ്രോബ്ലം വരാറില്ല. പിന്നെ വണ്ടിയുടെ ഗ്ലാസുകൾക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പൊ വർക്കേഴ്സിന്റെ പ്രോബ്ലം ആണ്. ഞാൻ 1-2 വണ്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, കൂട്ടുകാരൊക്കെ വണ്ടി ബബിൾസ് കാണാൻ. അത് എന്താ വരുന്നത്? ചില ഡസ്റ്റ് ആയിരിക്കും, ബബിൾസ് കുറവായിരിക്കും, ചില ഡസ്റ്റ് ആയിരിക്കും. അതാണ് നമ്മൾ ആദ്യം ഷാമ്പൂ ഇട്ട് പഴയ വണ്ടികളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ ഡസ്റ്റ് വന്നതാണ്. കാരണം ഇതിന്റെ ഫെദർ ബീഡിങ്ങിന്റെ ഇടയിലൊക്കെ കുറച്ച് ഫെദേഴ്സിന്റെ പോരാ കുറെ അഴുക്കുകളുണ്ടാവും. നമുക്കൊരു പരിധിക്കുള്ളിലൊക്കെ പറ്റില്ല. എന്നാലും ശ്രദ്ധിച്ചൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. 70% ആണ് നമുക്ക് വരുന്നത്. ഫ്രണ്ട് 70, സൈഡ് 50. ഇപ്പൊ ഓരോരുത്തർ വന്നിട്ട് വീണ്ടും പഴയതുപോലെ ഡാർക്ക് അടിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാർക്ക് അടിക്കുന്നതിന്റെ
സംഭവം ശരിയാണ്, പകൽ സമയത്ത് നല്ല കൂളിംഗ് ആയിരിക്കും, പക്ഷെ രാത്രി അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ഡാർക്ക് ഫിലിംസും ഹീറ്റ് റിജക്ഷൻ തമ്മിൽ യാതൊരു ബന്ധമില്ല. അത് ശരി. ഡാർക്ക് ഫിലിംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്ക് നമുക്ക് ലൈറ്റ് കയറില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഹീറ്റ് റിജക്ഷനും അത് തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്ക് ഹീറ്റ് റിജക്ഷന് വേണ്ടിയിട്ട് ഹൈ പെർഫോമൻസ് ഫിലിമുകളാണ് യൂസ് ചെയ്യണം സാധാരണ. ഡാർക്ക് ഫിലിംസ് നമ്മൾ പ്രൈവസിക്ക് വേണ്ടി യൂസ് ചെയ്യണം. അതിപ്പോ ഇനിയിപ്പോ അത് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ലീഗലി പ്രോബ്ലം ആണ്. കാര്യം അതിപ്പോഴും അലോ ചെയ്തിട്ടുള്ള അവര് ഡാർക്ക് ഫിലിംസ്. നമ്മൾ ഈ ഡാർക്ക് ചെയ്യുന്നത് നമ്മുടെ ജോലി തന്നെ ബാധിക്കും. കാര്യം അത് മിസ്യൂസ് ചെയ്യപ്പെടും. അത് അപ്പൊ ചുള്ളിക്കൽ ആദ്യ ഡിസൈൻസ് നിങ്ങൾ ഡാർക്ക് ചോദിച്ചു വരാൻ നിൽക്കണ്ട അങ്ങോട്ട്. അപ്പൊ ടെന്റ് ഡാർക്ക് ആക്കുന്നതിൽ കൂളിംഗ് ഒന്നും വരുന്നില്ല, പ്രൈവസി മാത്രമേ, വിസിബിലിറ്റിയുടെ കാര്യം മാത്രമേ വരുന്നുള്ളൂ ഫിലിം ആയിരുന്നത്. ലൈറ്റ് ഷെയ്ഡിൽ ഇപ്പൊ ഹീറ്റ് റിഡക്ഷൻ കൂടുതലുള്ള ഹൈ പെർഫോമൻസ് ഫിലിമുകളുണ്ട്, ഒരുപാട് ഫിലിമുകൾ. ശരി, അതെനിക്കറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചിരുന്നത് ഡാർക്ക്നെസ് കൂടുന്തോറും ഹീറ്റ് റിഡക്ഷൻ കുറയുന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ് എനിക്കുണ്ടായിരുന്നു. അത് അങ്ങനെയല്ല എന്നുള്ളത് എനിക്കൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നെ പോലെ അങ്ങനെ തന്നെ വിചാരിച്ചിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ്സ് ഒന്ന് അറിയിച്ചാൽ ഉപകാരമായിരുന്നു. പിന്നെ പിന്നേട്ടാ, ഇപ്പൊ ഈ ഫ്രണ്ട് വിൻഷീൽഡ് നമ്മൾ ടിന്റ് അടിക്കില്ലേ? ഈ വെച്ചിരിക്കുന്നത് ഇപ്പൊ ഈ ഗാർവെയർ സൺ കൺട്രോൾ ഐസ് കൂൾ എന്ന് പറയുന്ന ഫ്രണ്ട് വിൻഷീൽഡ് ചെയ്യുന്നത്. ഐസ് കൂൾ ഷീൽഡ് എന്ന് പറഞ്ഞ ഫിലിമാണിത്. ഇത് നമ്മൾ ഫ്രണ്ട് ഗ്ലാസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ആന്റി ഗ്ലെയർ ഫിലിംസ് ആണ്. അതിലൂടെ നമുക്ക് 50% ഹീറ്റ് റിജക്ഷൻ ഉണ്ടാവും. അതുകൊണ്ടൊക്കെയാണ് ഇതിന്റെ റേറ്റ് കൂടുതൽ വരുന്നത്. ഫിലിമിന്റെ റേറ്റ് കൂടുതലാണ്. അത് ചെയ്യണതിന്റെ വർക്കിന് ഒരിത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റേതായ കെയറിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് പോവുകയും ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പിന്നെ അത് ഫ്രണ്ട് ഗ്ലാസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഹീറ്റ് റിജക്ഷൻ കൂടാതെ തന്നെ ആന്റി ഗ്ലെയർ കിട്ടും. അതും കൂടാതെ തന്നെ സേഫ്റ്റിയാണ് ഇതിൽ. കാര്യം ഗ്ലാസ് ഇപ്പൊ എന്തെങ്കിലും വല്ല ക്രാക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അകത്തേക്ക് വീഴാതിരിക്കാനുള്ള ഒരു ഇതുകൊണ്ട് അത് ഫിലിം ഗ്ലാസ് ഹോൾഡ് ചെയ്തിരുത്തും ശരിക്കും നന്നായി. പക്ഷെ കുറച്ചു കാലം മുന്നേ പോലീസുകാരൊക്കെ പ്രശ്നം പറഞ്ഞിരുന്നത് അത് അവരുടെ വിവരമില്ലായ്മല്ലേ പറയണം. അവർ പറയുന്ന ആക്സിഡന്റ് ഒന്നും ചെയ്യണമെങ്കിൽ ആളെ രക്ഷപ്പെടുത്താൻ പറ്റില്ലെന്നാണ്. ഗ്ലാസ് പൊളിച്ചെടുക്കും. ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ വണ്ടി ചളങ്ങിപ്പോ കുത്തിപ്പൊളിച്ചാണ് സാധനം എടുക്കണം. പിന്നെ ഗ്ലാസ് ഊരി എടുക്കാനായിട്ട് ബുദ്ധിമുട്ട്. എന്റെ ഒരു ചെറിയ ഞാൻ കുറച്ചു കാലം ദുബായിൽ ഉണ്ടായിരുന്നു. അവിടെ ഈ ഹീറ്റ് ചൂട്ടിൽ നമുക്ക് നമ്മളെ ഇവിടുത്തെ വിവരമില്ലായ്മ, നമ്മുടെ ഇവിടുത്തെ അധികാരികളുടെ വിവരമില്ലായ്മ കാര്യങ്ങളാണ്. ഓക്കെ, അതൊന്നും ക്ലിയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ പിന്നീട് ലാസ്റ്റ് ഒരു ഡൗട്ട് ഉള്ളത്, നമ്മൾ ഈ ഷെയ്ഡുകളിൽ കളർ ഡിഫറൻസ്, ഐ മീൻ കളർ ഷെയ്ഡുകൾ വേറെ കളറുകളൊക്കെ വരുന്നുണ്ട്. കളറുകൾ ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു. കാര്യം ലൈറ്റ് ഗ്രീൻ ഉണ്ട്, ഗ്രീൻ സി എന്ന് പറഞ്ഞാൽ അത് ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് നാളായിട്ട് അതിനെല്ലാം കുറച്ച് ലൈറ്റ് ആയിരിക്കും. 70% വിസിബിലിറ്റിയിൽ വന്നിട്ടുണ്ട്, 50% വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചാർക്കോൾ ഷെയ്ഡ്സുകൾ. ഇതിപ്പോ നമ്മ ചാർക്കോൾ ഷെയ്ഡാണ്. ചാർക്കോൾ ഇന്റർനാഷണൽ ഫിലിമാണ് യൂസ് ചെയ്യുന്നത്. നോർമലി എല്ലാരും ചെയ്യുന്ന ഇതാണ്. ചാർക്കോളിനെ കൂടുതൽ തന്നെ. കാര്യം ഇന്ത്യയിലായിട്ട് ലയിച്ചു പോയിക്കോളൂ പാട്. ഇതാണ് ഷെയ്ഡ് വരുന്നത്. അപ്പൊ ഇങ്ങനെ എത്ര കളറുകളുണ്ട്? ഗ്രേ ഉണ്ട്, ഗ്രീൻ ഉണ്ട്. ചാർക്കോൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. കാര്യം ഇല്ലീഗലായുള്ള സമയത്ത് തന്നെ ആൾക്കാർ ഉപയോഗിക്കുമായിരുന്നു. ആ സമയത്ത് ഇന്ത്യയിലായിട്ട് മാച്ച് ചെയ്ത് പോകാൻ വേണ്ടിട്ട് ഈ കളറാണ്. പെട്ടെന്ന് അറിയില്ലത്. 50% 70% പെട്ടെന്ന് അറിയില്ല ഫിലിമുകളായിട്ട്. അപ്പൊ കൂടുതൽ യൂസ് ചെയ്യുന്ന ഈ കളറിനാണ്. നമുക്ക് വിസിബിലിറ്റിക്ക് നല്ല ഇതാണ്, നല്ല കളറാണ്. പിന്നെ നമ്മുടെ ഈ ഫ്രണ്ട് ഗ്ലാസ്സിൽ എടുക്കുന്ന ഇതിന്റെ ഷെയ്ഡ് എന്താണ് വരുന്നത്? അത് ഐസ് കൂൾ ഷീൽഡ് ആണ്. അത് ഫ്രണ്ട് ഗ്ലാസ് യൂസ് ചെയ്യണത് നമ്മൾ. നമുക്കൊരു വണ്ടിക്ക് ഒരു കിറ്റ് അങ്ങനെയാണ് സാധനം വരുന്നത്. നമുക്ക് ഐസ് കൂൾ ഗ്രേ എന്ന് പറഞ്ഞ ഷെയ്ഡാണിത്. ഇതാണ് നമ്മൾ ചെയ്യാനുള്ളതല്ലേ. അപ്പൊ ഇതിലും കളർ ഡിഫറൻസ് ഒക്കെ വരുന്നുണ്ട്. ഇതില് ഗ്രീനും ഗ്രേയോ വരുന്നത്. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് ഗ്രേ ആണിത്. അപ്പൊ ഇതെങ്ങനെ ഒട്ടി ചെയ്യുമ്പോൾ ചെറിയ റിഫ്ലക്ഷൻ പോലെ ഉണ്ടാവും? റിഫ്ലക്ഷൻ ആയിട്ട് ഉണ്ടാവില്ല, ചെറിയൊരു ഷെയ്ഡ് പോലെ ഉണ്ടാവും. ഇതൊന്നും ഇല്ലീഗൽ ഒന്നും അല്ലല്ലോ നമുക്ക്? ഇല്ലീഗൽ അല്ല. ഈ 70% വിസിബിലിറ്റി ആണ്. റോളായിട്ട് കാണുമ്പോൾ കുറച്ച് ഡാർക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അത് റോളായിട്ടിരിക്കണതിന്റെ അത്. ഇതാണ് നമ്മുടെ ഫ്രണ്ടില് ആന്റി ഗ്ലെയർ ഫിലിം ഐസ് കൂൾ ഷീൽഡ് ഗ്രേ എന്ന് പറയുന്നത്. 70% ആണ്. റോളായിട്ട് മേലോട്ട് നോക്കിയാൽ ഭയങ്കര ഡാർക്ക് ആയിട്ട് ഫീൽ ചെയ്യും. അതെല്ലാം റോളായിട്ടിരിക്കണതിന്റെ ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. ഗ്ലാസ്സിൽ ഒട്ടിച്ച് കഴിയുമ്പോൾ ഇതേപോലെ തന്നെ ആയിരിക്കും. വിസിബിലിറ്റി ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. അങ്ങനെ റിഫ്ലക്ഷൻ ഷെയ്ഡ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഒരു പണ്ട് പഴയ പച്ച കളർ ഗോൾഡ് കളർ പണ്ട് ഇറങ്ങി. അത് പണ്ട് കോട്ടൺ ഫിലിമുകൾ ഇതേപോലെ ഒരുപാട് ഇറങ്ങുമായിരുന്നു. അതൊക്കെ വന്നതിന്റെ ദൂഷ്യഫലങ്ങൾ അങ്ങിപ്പോ അനുഭവിച്ചു. 2012 ശേഷം ഈ പ്രശ്നങ്ങൾ വന്ന മെയിൻ സംഭവം അതൊക്കെയാണ്. അത് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ സീറ്റ് ബെൽറ്റിന്റെ ഇഷ്യൂ ഒന്നും കിട്ടില്ല. അപ്പൊ അതൊക്കെ ഇല്ലീഗലുള്ള കാര്യങ്ങള്. ലീഗലുള്ള സംഭവങ്ങൾ മാത്രം വന്നാലും ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും ബുദ്ധി. ചെയ്യില്ല, ചെയ്യാൻ ചാൻസ് കുറവാണ്. കാര്യം ഒരാളും ചെയ്തു കൊടുക്കാൻ തയ്യാറല്ല. കാര്യം ഇത്രയും വർഷമായിട്ട് ആർക്കും പണിയില്ലായിരുന്നിട്ട് ഇപ്പൊ ജോലി ആയേക്കണം. ഇനി നമ്മുടെ ഫീൽഡ് നശിപ്പിക്കാണ്ട് ശ്രമിക്കണവരെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ ഫിലിമിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഇതായിരുന്നു. ഇപ്പൊ നമ്മൾ ഈ വണ്ടിയിൽ സൈഡും ബാക്കും ടിന്റ് ചെയ്യാൻ പോകണം. 50% അത് ഈ ഒരു ഷെയ്ഡാണ് ചെയ്യണം. ആകെ ബാക്കും ഫ്രണ്ടും ഗ്ലാസ് മാത്രമല്ല നമുക്ക് ഹീറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ബാക്ക് ഗ്ലാസ് ഫ്രണ്ട് ഗ്ലാസ് മാത്രം ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ ചിലടത്ത് ഇങ്ങനെ റിംഗിൾസ് ഉണ്ടെങ്കിൽ നമ്മൾ ചെറുതായി ചൂടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തീർന്നു കിട്ടും. പാട് ബബിൾസ് ആയിട്ട് യാതൊരു ബന്ധമില്ലല്ലോ ഹീറ്റിംഗ് ബബിൾസിന്റെ ബന്ധമുണ്ട്. കാര്യം റിംഗിൾസ് ഉണ്ടാവും. റിംഗിൾസ് എന്ന് പറഞ്ഞാൽ ബെൻഡ് ഗ്ലാസുകളിൽ ഇങ്ങനെ
ഇതിങ്ങനെ പൊങ്ങി വരുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ കാണിച്ചു തരാം. ആ ബാക്ക് മനസ്സിലായി. അങ്ങനെ ഒരു മടക്കുകൾ വേണം താഴെ. അത് നമ്മ ലെവൽ ചെയ്ത് എടുക്കണം. അത് അപ്പൊ അല്ലാത്ത പക്ഷം ക്വാർട്ടർ ഗ്ലാസും സൈഡ് ഗ്ലാസ് ഒക്കെ ഹീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക്. ജസ്റ്റ് ഇതേപോലെ മെഷർമെന്റ് എടുത്ത് കട്ട് ചെയ്തെടുക്കാം. ഓരോരുത്തരും ചെയ്യണ ഓരോ രീതികളുണ്ടാവും കേട്ടോ. ഞാൻ ചെയ്യുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നു. മനസ്സിലായി. ഇതാണ് നമ്മൾ ഫിലിം ഒട്ടിക്കുന്നത്. ഇങ്ങനെയാണ് ടെക്നീഷ്യൻസ് വണ്ടിക്കകത്ത് ഇരുന്നാൽ ഒട്ടിക്കുക. ഈ വീഡിയോ കാണുന്ന ആൾക്കാർ കൊച്ചിയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ചുള്ളിക്കലുള്ള ആതിര ഡിസൈൻസിനെ കോൺടാക്ട് ചെയ്യുക. ഞാൻ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ആളുടെ പേര് ബിനിൽ KT എന്നല്ലേ? അത് തന്നെ മോനെ. കാണുന്ന ഒരു യൂത്ത്നെസ് ഒക്കെ ഉണ്ടെങ്കിലും വിലയുടെ ദൂരമായിട്ട് ആദ്യം പറഞ്ഞ ഒരു 45 വയസ്സ് കഴിഞ്ഞു ജീവിതത്തിന്റെ പകുതി കഴിഞ്ഞു. ആരെങ്കിലൊക്കെ വില്ലട്ടോ ഇതേപോലെ 50% ആണെന്ന് പറഞ്ഞ് 70% അത് കുറഞ്ഞൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമുക്ക് എങ്ങനെയാ അറിയാൻ പറ്റുക? എന്തെങ്കിലും അറിയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിക്കും അത് കസ്റ്റമറിനെ ചതിക്കുന്ന ഒരു പരിപാടിയൊക്കെയാണ്. ചില അവസരങ്ങളിലൊക്കെ ചെയ്യേണ്ടി വരികയും ചെയ്യും. കാരണം ഇതേപോലെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ 50% ആണ് ചെയ്തത്, പക്ഷെ ഇത് ഭയങ്കര ലൈറ്റ് ആയിട്ടാണല്ലോ ഫീൽ ചെയ്യണത്, ഇപ്പൊ എങ്ങനെയാണ് അറിയാന്നുള്ളത് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഫിലിം നമുക്ക് ഒന്നാമത് ഇത് പ്രിന്റ് നമ്മുടെ കിറ്റിനകത്ത് ഉണ്ടാവും വിസിബിലിറ്റി. അത് നോക്കിയിട്ട് നമുക്ക് അറിയാൻ പറ്റും ഇത്ര വിസിബിലിറ്റി ആണെന്നുള്ള. അല്ലാതെ ഫിലിം റോളായിട്ട് മാറ്റി വെച്ചേക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. അതെ ഞാൻ അതാ ചോദിക്കാൻ വന്നത്, റോളായിട്ടിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ അറിയാന്നുള്ളത്. ആക്ച്വലി അങ്ങനെ ഒരു ഇത് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആക്ച്വലി നല്ലതല്ലേ? കമ്പനി ഇനിയിപ്പോ അതിന്റെ എന്തെങ്കിലും കാര്യം ചെയ്യുമായിരിക്കണം. ഗാർവേന്റെ കമ്പനിയാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത്. അവർക്ക് അങ്ങനെ പ്രിന്റ് ഉണ്ട്, അതായത് വാട്ടർമാർക്ക് പോലെ ചെയ്യുന്ന പരിപാടി ഉണ്ട്. അപ്പൊ അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കസ്റ്റമറിന് ഒരു ഉപകാരമായിരിക്കും. ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ള ഈ ഗ്ലാസ്സിൽ സാമ്പിൾ ഒട്ടിച്ചിട്ടുണ്ടാവും. അവര് പറയും ഇത് കസ്റ്റമർ ഉപകാരമാവും. അതുകൂടാതെ തന്നെ പോലീസുകാർ പിടിക്കപ്പെടുന്ന സമയത്ത് നമുക്ക് കാണിച്ച് രക്ഷപ്പെടാനുള്ള ഒരു സംഭവം ഉണ്ട്. അങ്ങനെ ഒരു വാട്ടർമാർക്കൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ചില ഫിലിമുകളുണ്ട്, ഫ്രണ്ട് ക്ലാസ് ഫിലിമിലൊക്കെ കാണിക്കണ്ടോ 70% കാണിക്കണ്ടവര്. സൈഡില് എല്ലാത്തിനും വരുന്നില്ല. ഇനിയിപ്പോ ഹൈസ്കൂൾ എലൈറ്റ് എന്ന് പറഞ്ഞ ഫിലിം ഉണ്ട്, അതിനൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ. റേറ്റ് കൂടുതൽ. ഇനി പുതിയ വരുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവും. ഈ ക്വാർട്ടർ പാനൽ നമ്മൾ ഫിലിം അടിച്ചിട്ടില്ല, ലെഫ്റ്റ് കാണുന്ന ഫിലിം അടിച്ചിട്ടുണ്ട്. 50% ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡിഫറൻസ് ആയിരിക്കും മെയിൻലി നിങ്ങൾക്ക് വ്യത്യാസം അറിയാൻ പോകുന്നത്. നിങ്ങളുടെ നമ്മൾ ഹീറ്റ് ചെയ്യാന്ന് പറഞ്ഞത് ഹീറ്റ് ചെയ്യേണ്ട മെയിൻ റീസൺ ബാക്ക് ഗ്ലാസും ഫ്രണ്ട് ഗ്ലാസും വലിയ ഗ്ലാസ് ബെൻഡ് ഗ്ലാസ് ആയിരിക്കും. അപ്പൊ നമ്മൾ ആ ഗ്ലാസിന്റെ ഷേപ്പിലേക്ക് ഇതാക്കി എടുക്കണം. ഓക്കെ, ആ കർവ് വരുന്നുണ്ട്, ആ ഷേപ്പ്. പണ്ട് കാലങ്ങളിലേക്ക് ഇത് 2-3 പീസായിട്ടാണ് ചെയ്തിരുന്നത്. അത് ശരി. ഇത് റിംഗിൾസ് ഒക്കെ നമ്മൾ ഹീറ്റ് ചെയ്യും. എനിക്ക് ഓർമ്മയുണ്ട്, നടുക്കും അതാവുമ്പോ ഹീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അല്ല, അന്ന് ഈ സംഭവം ഇല്ല ഇവിടെ, ഓപ്ഷനേ ഇല്ല. അത് ചെയ്ത് ശീലമില്ല, ആയിട്ടുണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ ഫിലിം അടിച്ചിട്ട് ഏകദേശം 1 hour കഴിഞ്ഞു. നല്ല വെയിലത്ത് ഇപ്പം അതിൻ്റെ ഡിഫറൻസ് ഒന്ന് കാണിക്കാന്ന് വെച്ചിട്ടായിരുന്നു. സൈഡിൽ വരുന്ന ഡിഫറൻസ് ഇതാണ്. 50% ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല പ്രൈവസി ഉണ്ട്, കൂളിംഗ് നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട്. സൈഡിലത്തെ ചൂട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നല്ല ചൂടറിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ടെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫ്രണ്ട് വിൻഷീൽഡും കൂടി ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷനായിരിക്കും. അപ്പോൾ വില്ലേട്ടാ, താങ്ക് യു വെരി മച്ച്. ഞാൻ രാവിലെ 8 മണിക്ക് വന്നതാണ്, ഇപ്പോൾ മണി 11 മണിയായി. ആകെ ശ്രദ്ധിക്കേണ്ടത് പുള്ളിനെ വിളിച്ചിട്ട് വരണം അല്ലേ, ഫിലിം ചെയ്യണമെങ്കിൽ. അപ്പോൾ ചുള്ളിക്കൽ എവിടെയാണെന്ന് കറക്റ്റ് ഹോട്ടൽ. അപ്പോൾ ഈ ഒരു വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളൂ. ഓട്ടോമോട്ടീവ് കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ഇനി ഒരു വീഡിയോ കാണുന്നവരെ, ദിസ് ഇസ് മീ സണ്ണി. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ, റൈഡ് സേഫ്, ബൈ.